പിന്നെ ഈ ഒരു ലൊക്കേഷൻ കണ്ടോ, ഈ ഒരു ലൊക്കേഷനിൽ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് വന്ന് നിൽക്കുന്നത് മങ്കര എന്ന സ്ഥലത്ത്, അതായത് ഒറ്റപ്പാലത്ത് നിന്ന് 15 കിലോമീറ്റർ കഴിഞ്ഞ് മങ്കര റെയിൽവേ സ്റ്റേഷനടുത്താണ്. അപ്പോൾ ഇവിടെ വരാൻ കാരണം നമ്മുടെ മീശമാധവനിലെ മീശമാധവൻ മൂവിയല്ലേ, ദിലീപ് ഏട്ടൻ്റെ ആ സിനിമയിൽ പിള്ളേച്ചൻ എന്ന കഥാപാത്രം ആയ ജഗദീൻ്റെ വീട്, ജഗതി ചേട്ടൻ്റെ വീട്ടിലാണ് പിള്ളേച്ചൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അതിൻ്റെ അപ്പം മീശമാധവൻ ഇവിടുന്ന് ആ സിനിമയിൽ ഏതൊക്കെ സീനാണ് ഇവിടുന്ന് എടുത്തത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളതൊക്കെ നമ്മൾ പോയിട്ട് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ. അപ്പം പിള്ളേച്ചനായിട്ട് വേഷിട്ട് ജഗതി ശ്രീകുമാറിൻ്റെ വീടാണിത്, പുറകെ കാണുന്നത് മങ്കരയിലാണ് ഇത് ലൊക്കേഷൻ. അപ്പം മീശമാധവനല്ല, കുറേ സിനിമ ഇവിടുന്ന് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-2 പടങ്ങളിൽ ഏതൊക്കെ സീനാണ് എങ്ങനെയൊക്കെ ആണുള്ളത്, അതിന് സീൻ സ്പോട്ടൊക്കെ ഞങ്ങൾ കറക്റ്റായി കാണിച്ചു തരാം. അപ്പം വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ആരെങ്കിലും സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതായിട്ട് വരുന്നവർ മെയിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് അതിന് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ സീൻ ഏതൊക്കെ ഞാൻ പറയാം. മീശമാധൽ ഫസ്റ്റ് ഒരു സീന്, അതായത് പിള്ളേച്ചൻ ചേട്ടൻ്റെ വീടാണല്ലോ, പിള്ളച്ചൻ്റെ വീടാണ് ദിലീപ്. അതായത് പിള്ളച്ചന് ഇറങ്ങി വരുമ്പം ഹരിശേഷൻ ചേട്ടനും ടീമും ഇവിടുന്ന് കണി കാണിക്കുന്നൊരു സീനുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് സീൻ ഷൂട്ട് ചെയ്തത്, ഇവിടുന്ന്. അപ്പോൾ പിള്ളച്ചൻ വാതിൽ തുറന്ന് വരുമ്പോൾ 1, 2, 3, 4 അങ്ങനെ എൻ്റെ 5 വർഷം പോയി എന്ന് പറയുന്നില്ലേ, ആ ഒരു സീൻ എടുത്തത് ഇവിടുന്നാണ്. തിരിഞ്ഞ് വന്നിട്ട് മുണ്ട് പൊക്കി കാണിക്കുന്ന ഒരു സീൻ, അത് രസകരമായ ഒരു സീൻ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ ഒരു വീടിന് അതായത് 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വിഷ്വൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ പില്ലേഴ്സൊക്കെ ഉണ്ടോ, കോൺക്രീറ്റ് അല്ലത്, അക്കാലത്തുള്ള ഒരു തരം കല്ലാണിത് ചെയ്തേക്കുന്നത്. അത് മലയാളത്തിൻ്റെ ഒട്ടുമിക്ക സിനിമയും ഇവിടുന്ന് ഒരു 100ഓളം സിനിമ ഉണ്ടെന്ന് അവർ പറയുന്നത്, വീട്ടുകാർ പറയുന്നത്. ഈ ഒരു ഇടനായി കണ്ടാൽ തന്നെ അറിയാം. സിനിമയിലുള്ള ഒരുപാട് സിനിമയിൽ, അതായത് മീശമാധവനായാലും ശരി, തിളക്കം, അങ്ങനത്തെ ബാലേട്ടൻ, ഒരുപാട് സിനിമയിൽ ഈ ഒരു വീടുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. പിന്നെ ഇതാ മീശമാധവൻ മൂവി തന്നെ മറ്റൊരു സീൻ തന്നെ ഇവിടെ നിന്നുള്ള സീനാണ്. അതായത് ഉടുവിലുണ്ണികൃഷ്ണൻ പിന്നെ ജഗതി ശ്രീകുമാർ രണ്ടാളും ദിലീപിനിട്ട് ഒരു കളിയാക്കുന്ന രീതിയിൽ, അതായത് കള്ളന്മാരിങ്ങനെ കൂടെ കൊണ്ടെടുക്കുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു സീൻ. അപ്പോൾ ദിലീപ് അവിടെ നിൽക്കുന്ന ഒരു സീൻ കണ്ട. ആ ഒരു സീൻ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നാണ് അവർ മൂന്നാളോട് സംസാരിച്ച് ദിലീപ് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോവുക. ആ ഒരു സീൻ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഇവനിപ്പോ ഇവിടെ എന്താ കാര്യം? ഒന്നുമില്ല, ഒരു കൂട്ടിന് കൂട്ടിയെന്നുള്ളൂ. എടോ ഞാനുണ്ടോ. കള്ളന്മാരെങ്ങനെ കൂടെ കൊണ്ട് കിടക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾമാർക്ക് അത്ര നല്ലതല്ല. അടുത്തൊരു സീൻ തന്നെ തിളക്കത്തിൽ ദിലീപ് ഒരു പെണ്ണ് തട്ടിയിട്ട് ഓടുന്ന ഒരു സീനില്ലേ, കോമഡി സീൻ. ആ ഒരു സീൻ ഈ ഒരു ആംഗിൾ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ അതായത് കാവ്യമാധവനും പിള്ളച്ചനും, അതായത് ജഗതി ശ്രീ പിന്നെ കൊച്ചിൻ നൈഫ് കൂടെ അവിടെ ഇരുന്നിട്ട് ദിലീപിനോട് പറയുന്നൊരു സീനുണ്ട്. ആധാരത്തിൻ്റെ കാര്യമല്ലേ, ആധാരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്നെ കട്ടുബോധിച്ചു എന്ന് പറയുന്നൊരു സീനില്ലേ, അത് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ ഒരു ആംഗിൾ നിന്നാണ് ഷൂട്ട് ചെയ്തത്. സ്റ്റെപ്പ് മുതൽ എല്ലാവരും 3-4 അവിടെ ഇരിക്കുന്ന ദിലീപ് ഇവിടെ ദിലീപ് എന്ന കഥാപാത്രം ഇവിടെ നിൽക്കുന്നു. ആ ഒരു സീൻ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ ഒരു ആംഗിൾ ഷൂട്ട് ചെയ്തത്.
പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന ഒരു സിനിമ, അതായത് സുരാജ് വെഞ്ഞാറമ്മൂട് നായകനായ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമ. അതിലൊരു സീന്, അതായത് പ്ലാച്ചോട്ടിൽ തറവാട് എന്നൊക്കെ എഴുതി വെച്ച് ഇതിൻ്റെ ഈ പില്ലറിൻ്റെ ഇവിടെയാണ് എഴുതി വെച്ചത് പ്ലാച്ചോട്ടിൽ തറവാട്. അങ്ങനെ എഴുതി വെച്ചൊരു സീനുണ്ട് ഇവിടുന്ന്, സുരാജും അതിൻ്റെ നായകനായിട്ടുള്ള കുറച്ച് സീന് അത് ഇവിടെ നിന്നാണ്. അന്ന് ഈ ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഗേറ്റില്ല, ഗേറ്റ് വീണ് പോയിട്ടോ, ഗേറ്റ് വീണെടുക്കുകയാണ്. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന മൂവി കേട്ടോ അത് ഇവിടുന്ന്. അതായത് അത് ഇവിടെ ഈ മങ്കര തറവാടിൻ്റെ നേരെ ഫ്രണ്ടിലാണ്, തൊട്ട് മുന്നിലാണ് റെയിൽവേ ഗേറ്റ്. അങ്ങനെ അതായത് ദിലീപിൻ്റെ മീശമാധവനിലെ ലൊക്കേഷൻ നമ്മൾ കുറച്ച് മാറി മങ്കര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ, മങ്കര റെയിൽവേ സ്റ്റേഷൻ, മങ്കര ആ സ്റ്റേഷനിലാണ് വന്നത്. അത് ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, ഏറ്റവും ചെറുത്. അതായത് ഇവിടെ വരാൻ കാരണം ഇവിടുന്ന് ഒരു സിനിമേൻ്റെ ഷൂട്ടുണ്ട് ഈ ഒരു സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ വന്നല്ല, അപ്പോൾ അതൊന്ന് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. വളരെ ചെറിയൊരു സ്റ്റേഷനത്. ആരുമില്ല, ഇതാ ടിക്കറ്റ് കൗണ്ടറൊക്കെ അടച്ച് മൊത്തം ക്ലോസ് ചെയ്തു. ഇത് മങ്കര സ്റ്റേഷൻ്റെ ഉൾഭാഗത്ത് വന്ന് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടോ. ഈ സ്റ്റേഷൻ വളരെ ചെറിയ സ്റ്റേഷനാണ്. കുറേ കാലമായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതിൽ ആൾക്കാരൊന്നും വരുന്നില്ല, പാസഞ്ചറൊന്നും വരുന്നില്ല. ഒക്കെ അടച്ചിട്ടേക്കുക, ടിക്കറ്റ് കൗണ്ടറെല്ലാം അടച്ചിട്ടേക്കുക. ചെറിയൊരു സ്റ്റേഷനാണ്, അത് നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ കൂടിയായിട്ടത് കണ്ടോ. നല്ലൊരു സ്റ്റേഷനാണ് അത്, നല്ല സ്റ്റൈലുണ്ട് കാണാൻ. സ്റ്റേഷൻ വലിയൊരു ഇതില്ല, പണ്ടത്തെ ആ ഒരു ലുക്കൊക്കെ ആണുള്ളത്. ഓടിട്ട് അപ്പോൾ അത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പോലുള്ളത്. ഇതുവഴി, അതായത് ഈ റൂട്ട് പാലക്കാട് നിന്ന് ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോണ ഒരു റൂട്ടാട്ടത്. മങ്കര റെയിൽവേ സ്റ്റേഷൻ വളരെ ചെറുതാണ് കണ്ടല്ലോ, മീശമാധവൻ ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. അത് ഇവിടെ വരാൻ കാരണം ഇവിടുന്ന് ഒരു സിനിമേൻ്റെ ഒരു ക്ലൈമാക്സ് സീനുണ്ട്. അതായത് സ്നേഹവീട്, ലാലേട്ടൻ്റെ സ്നേഹവീടിലെ ചെറിയൊരു രംഗം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്നേഹവീട് എന്ന സിനിമയിൽ മാമുക്കയും ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരിക. അതിന് മുന്നേ ഒരു ചെറിയ ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്, ആ ഒരു ഇരിപ്പിടത്തിൽ. എന്താ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ്, ഇതേ ആംഗിളിലാണ് അത് ഷൂട്ട് ചെയ്തത്. അതായത് ആ പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുന്നിലുള്ള വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം. അതായത് ഇരിപ്പിടം ഇവിടെ പുല്ല് നിറഞ്ഞ് കാണാതായി. ഈ ഒരു ഇരിപ്പിടം കണ്ടോ, ഇതിൻ്റെ മുകളിലാണ് ആ ചെക്കൻ ഇരിക്കുന്നത്. ഇരുന്നിട്ട് മോഹൻലാലും നമുക്ക് അവിടെ നടന്നു വന്നിട്ടുള്ള ആ ഒരു ക്ലൈമാക്സ് സീന്. ചിത്രം ഏതാണെന്നറിയാം, സ്നേഹവീട്. ആ ഒരു സിനിമ ഒരു ലൊക്കേഷൻ ചെറിയൊരു ഒരു രംഗം ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ മങ്കര റെയിൽവേ സ്റ്റേഷനിലെ ബോർഡുണ്ടോ, മഞ്ഞ. ഈ ബോർഡിൽ, അതായത് ഈ ഒരു മീശമാധവൻ്റെ ഈ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. മങ്കരാന്ന് എഴുതിയ ഒരു നെയിം ബോർഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ഏതാ സീനുള്ള ഓർമ്മയില്ല, മീശമാധവൻ കാണിക്കുന്നുണ്ട്. വൈറ്റ് ഫ്ലോറിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കണം. പിള്ളേഴ്സിൻ്റെ വീട്ടിൽ നിന്ന്, മീശമാധവൻ്റെ പിള്ളേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ലൊക്കേഷനിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.